അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നതാണ്ട് ഈ കേക്ക് ഉണ്ടാക്കിയ കഥ പറയാനാണ് കേട്ടോ. നമ്മൾ കരുതുന്ന പോലൊന്നുമല്ല കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ്ട് ഇതേപോലെ ആദ്യം കുറച്ച് പഞ്ചസാര അങ്ങ് പൊടിച്ചെടുക്കും കേട്ടോ. പിന്നെ ഒരു 250 ഗ്രാമോളം മൈദ എടുക്കും. അതിലേക്ക് ഒരു 2 സ്പൂണ് കൊക്കോ പൗഡറും കൂടെ ഇട്ട് അതൊരു 3 വട്ടം അങ്ങ് അരിച്ചെടുക്കും കേട്ടോ. അപ്പോഴേ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പ് ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് കേട്ടോ. അതിനുശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം, എൻ്റെ കയ്യിൽ കേക്ക് ടിന്നൊന്നുമില്ല, ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു സ്റ്റീൽ പാത്രമാണ്, സ്റ്റീൽ ചരുവ. അതിനകത്ത് വേണ്ട മറ്റേ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ട എണ്ണ തടവി മൈദ ഇട്ടും തട്ടിക്കൊടുത്ത് വേണ്ട മുമ്പേ കണ്ടതുപോലെ ആക്കിയെടുത്ത്. പിന്നെ മുട്ട ഞാനൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട എന്നൊക്കെയാണ് യൂട്യൂബിൽ കണ്ട കണക്ക്. പക്ഷേ എനിക്കൊരു 5 മുട്ട, എൻ്റെ കുഞ്ഞു മുട്ടയായിട്ടാണ് 5 മുട്ട എടുത്തപ്പോഴാണ് എനിക്ക് കേക്കൊന്ന് സെറ്റായിട്ട് വന്നത്. മുട്ടയുടെ വെള്ളയാണ് നമ്മൾ ആദ്യം ബീറ്റ് ചെയ്തെടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് മുട്ടയുടെ മഞ്ഞയിട്ട് ബീറ്റ് ചെയ്ത് വാനില എസൻസ് ഒഴിച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്ത് അതൊരു പരുവാകുമ്പോൾ അതിലേക്ക് നമ്മൾ മുമ്പ് അരിച്ച് വെച്ച് ആ മൈദ മാവൊക്കെ ഇല്ലേ അത് വിട്ട് അങ്ങ് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങ് അറിഞ്ഞം പുറഞ്ഞ് ഇളക്കിയൊന്നും കൊടുക്കരുത്, ഒരു മൈദയിലൊക്കെ ഇളക്കണം. നമ്മുടെ ബാറ്ററൊക്കെ സെറ്റായി വരുമ്പോഴത്തേനും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വെച്ചിരുന്ന ചരുവില്ല അതിലേക്ക് ഇത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്ത് എയർ ബബിൾസ് വരാതിരിക്കാൻ വേണ്ടി തട്ടി കൊടുത്തിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വെച്ചിരുന്ന ചരുവുണ്ടല്ലോ അതിലേക്ക് ഇത് വെച്ച് അങ്ങ് അടച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്ത് വെക്കുന്നത്. ഒരു 3/4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് സെറ്റ് ആവും കേട്ടോ. 3/4 മണിക്കൂറായപ്പോൾ ഞാനൊരു പച്ച കേക്കിലൊക്കെ കൊണ്ടുവന്ന് കുത്തി നോക്കിയപ്പം കേക്ക് സെറ്റ്. രാത്രിയിൽ കേക്ക് സെറ്റാക്കിയിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. രാവിലെയാണ് ഇതിൻ്റെ ബാക്കി അലങ്കോല പരിപാടികൾക്ക് ഞാൻ ഇറങ്ങിയത്. എൻ്റെ കയ്യിൽ ഈ കേക്ക് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്ര സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു പാത്രം വെച്ച് അതിൻ്റെ മണ്ടേ തന്നെ ഇതേപോലത്തെ ഒരു പാത്രമൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ ആ കറങ്ങുന്ന സംഭവം ഉണ്ടല്ലോ അതൊക്കെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ കേക്കൊക്കെ സെറ്റാക്കി വിപ്പിംഗ് ക്രീമൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇതേപോലെ ചരുവത്തിനകത്ത് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത് അതിനകത്തേക്ക് മറ്റൊരു ചരുവ ഇറക്കി വെച്ച് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒഴിച്ച് കൊടുക്കും. ഈ വിപ്പിംഗ് ക്രീം നമ്മൾ ഫ്രീസറിലാണ് വെച്ചിരുന്നത്. ഇന്നലെ ഞാൻ എടുത്ത് ഫ്രീസറിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 12 മണിക്കൂറോളം ഇത് ഫ്രീസറല്ലാതെ ഇരിക്കുമ്പം ഇരിക്കണം, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ വേണ്ട ഞാൻ ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചാണ് അതും ബീറ്റ് ചെയ്ത് സെറ്റാക്കി എടുത്തത് കേട്ടോ. ഇനി ഞാൻ കേക്കിനെ അലങ്കരിക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇന്നലെ കെട്ടിയവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, ഡിസംബർ 17. പുള്ളിക്കാരൻ നാട്ടിലില്ല. പുള്ളിക്കാരൻ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ആവശ്യമില്ല, നീ ഇതേപോലെ കേക്ക് ഉണ്ടാക്കി കട്ട് ചെയ്താൽ മതിയെന്ന് പുള്ളിക്കാരനാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഇഷ്ടത്തിന് പുള്ളിക്കാരന് വേണ്ടി ഞാനൊരു കേക്ക് ഉണ്ടാക്കിയെടുത്ത് കേട്ടോ. എനിക്ക് വേണമെങ്കിൽ കടയിൽ പോയി ഇതേപോലെ കേക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊരു സന്തോഷം അതൊന്നും വേറെയല്ലേ. വൈകിട്ട് പുള്ളിക്കാരൻ വീഡിയോ കോൾ വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടി കേക്ക് കട്ട് ചെയ്ത് പുള്ളിക്കാരൻ്റെ അടുത്ത വയസ്സിനെ ഗംഭീരമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു കേട്ടോ.